വൃക്കകൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ നാം കാരണം അവയ്ക്കുണ്ടാവുന്ന വിഷമങ്ങൾ നമ്മളോട് പറയുമായിരുന്നു. ഇവിടെ നമ്മുടെ വൃക്കകൾക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്. ഈ വീഡിയോ കണ്ടു നോക്കൂ. Ethnic Health Code in Public Interest. എന്നെ അറിയാമോ? ഞാനാണ് വൃക്ക. ഞാനാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ച് പുറന്തള്ളുന്നത്. എനിക്കൊരുപാട് നിങ്ങളോട് പറയാനുണ്ട്. വയറിൻ്റെ പിൻഭാഗത്ത് കശേരുക്കളുടെ മുന്നിൽ 2 വശത്താണ് ഞങ്ങൾ 2 വൃക്കകളുടെ സ്ഥാനം. നിങ്ങൾക്കറിയാമോ, 140 ഗ്രാം തൂക്കമുണ്ട് എനിക്ക്. ഏകദേശം 11 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ നീളവും 4.5 സെന്റിമീറ്റർ വീതിയുമുണ്ട് എനിക്ക്. ഒരു ദിവസം ഞങ്ങൾ 1400 ലിറ്റർ രക്തം ശുദ്ധീകരിക്കുന്നു. അതായത് 350 തവണ രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചെടുക്കുന്നു. ശരീരത്തിലെ ജലാംശം ആവശ്യത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ശരീരത്തിനുടമയാണ് നിങ്ങൾ. അതിൽപ്പെട്ട വലിയൊരു അത്ഭുതമാണ് ഞങ്ങളും. നിങ്ങളുടെ ആരോഗ്യത്തെ ഇത്രയധികം ശ്രദ്ധിക്കുന്ന ഞങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഒരു വൃക്കയിൽ 10 ലക്ഷം നെഫ്രോണുകളുണ്ട്. ഈ കോശങ്ങളിലൂടെയാണ് രക്തം ശുദ്ധീകരിക്കുന്നത്. ഞങ്ങൾക്കുള്ളിലെ നേരിയ കുഴലുകൾക്കുള്ളിലൂടെയാണ് ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നിവർത്തി വെച്ചാൽ ഈ കുഴലുകൾക്ക് 100 കിലോമീറ്ററോളം നീളം ഉണ്ടാവും. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഞാനൊരു രോഗിയെപ്പോലെയായി. നിങ്ങളുടെ ആരോഗ്യം കാക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. 2 തരത്തിലാണ് ഞങ്ങൾ രോഗിയാകുന്നത്: വിഷാംശം ഉള്ളിലെത്തുക, പരിക്ക് സംഭവിക്കുക, ശാരീരിക രോഗങ്ങൾ എന്നിവ കാരണമായി ഞങ്ങൾ തളർന്നു പോകുന്നു. എന്നാൽ ഇതിനു മതിയായ ചികിത്സ ലഭിച്ചാൽ ഞാൻ പൂർവ്വസ്ഥിതിയിലാകാം. പക്ഷേ കൂടിയ രക്തസമ്മർദ്ദം, അണുബാധ, കൂടിയ ഡോസിലുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം, കിഡ്നിയിലെ കല്ലുകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, വീക്കം എന്നിവ കാരണം കാലക്രമേണ ഞാൻ തീരും. അതെന്നെ മരണത്തിലേക്ക് നയിച്ചേക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ മരണത്തിൽ നിങ്ങൾക്കും പങ്കില്ലേ? ഭാവിയിൽ വൃക്ക നശിച്ച് ഡയാലിസിസിനോ വൃക്ക മാറ്റിവെക്കലിനോ വിധേയമായി വേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഏറെ കരുതലുകൾ വേണം. രോഗം പൊടുന്നനെയല്ല കയറി വരുന്നത്. പലവട്ടം ലക്ഷണങ്ങളെ പറഞ്ഞുവിടും. പക്ഷേ നിങ്ങൾ ആ ലക്ഷണങ്ങളെ അവഗണിക്കും, അല്ലെങ്കിൽ തെറ്റായ ചികിത്സ നൽകും. ഫലമോ ലക്ഷണങ്ങൾ മൂർച്ഛിച്ച് ലക്ഷണമൊത്ത രോഗിയായി മാറും. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകും വിധം അപകടമുണ്ടായേക്കും. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. കാലിനും കൈകൾക്കും മുഖത്തുമുള്ള നീര്, മൂത്രത്തിലെ അളവ് കുറയുക, രക്തസമ്മർദ്ദം കൂടുക, അമിതമായ ക്ഷീണം, നടുവേദന, മൂത്രത്തിലെ പത, വിശപ്പില്ലായ്മ, തലവേദന, ഛർദി, ഓർക്കാനം, ചൊറിച്ചിൽ തുടങ്ങിയ ധാരാളം ലക്ഷണങ്ങളുണ്ട്. ലക്ഷണങ്ങൾ മാത്രമാണെങ്കിലും അവഗണിക്കരുത്. രോഗാവസ്ഥയിൽ എത്താതിരിക്കാൻ എന്താണ് പരിഹാരം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വരൂ, പറഞ്ഞു തരാം. ഒരു ദിവസം ചുരുങ്ങിയത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അതിൽ 1.5 ലിറ്റർ മൂത്രമായി പുറന്തള്ളും. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ നിയന്ത്രണ വിധേയമാക്കുക. ശരീരഭാരം അനുപാതികമായി നിലനിർത്തുക. അമിതമായി ഉപ്പും കൊഴുപ്പും കഴിക്കുന്നത് ഒഴിവാക്കുക. 2.5 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. പുകവലിയും മദ്യപാനവും കാരണം ഞാൻ രോഗിയാകാറുണ്ട്. വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ ഉപയോഗിക്കരുത്. തെറ്റായ ചികിത്സ വഴി നിങ്ങളും കുടുംബവും പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്താം. വൃക്ക രോഗികളിൽ 44% രോഗികളും പ്രമേഹ രോഗികളാണ്. GFR എന്ന് കേട്ടിട്ടുണ്ടോ? GFR പരിശോധനയിലൂടെ ഞങ്ങൾ വൃക്കകളുടെ പ്രവർത്തനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞെട്ടലോടെയാണ് ഞാനും കേട്ടത് ഇന്ത്യക്ക് പ്രമേഹ രോഗ വിഷയത്തിൽ 1-ാം സ്ഥാനമാണെന്ന്. എന്നെ നശിപ്പിക്കുന്നതിൽ പകുതിയും പ്രമേഹമാണ് വില്ലൻ. 200 ദശലക്ഷം പ്രമേഹ രോഗികളുണ്ട് ലോകത്തിൽ. ഓരോ 8 സെക്കൻഡിലും ഒരാൾ പ്രമേഹ രോഗം മൂലം മരണപ്പെടുന്നുണ്ട്. ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നാം വേർപിരിയേണ്ടി വന്നാൽ, ഞാൻ ഇല്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 വഴികളേ ഉള്ളൂ. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പകരം മറ്റൊരു വൃക്ക കണ്ടെത്തുക. രണ്ടിനുമുണ്ട് ഏറെ പണച്ചിലവ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ 25% മാത്രമേ മാറ്റിവെച്ച വൃക്ക പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ ഞാൻ നിർവഹിച്ചതിൻ്റെ 15% മാത്രമേ ഡയാലിസിസിലൂടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നാശം സംഭവിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഇന്നു തന്നെ തീരുമാനിക്കുക. ഇനി ഡയാലിസിസിനെ കുറിച്ച് പറയാം.
ഡയാലിസിസ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഡയാലിസിസ് മെഷീനിൽ ശരീരത്തിലെ രക്തം കടത്തിവിട്ട് രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നു. ഓരോ ഡയാലിസിസിനും 3 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇതാണ് ഹീമോ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിൽ നിന്നും വ്യത്യാസമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. വയറിൽ സ്ഥാപിച്ച കത്രീറ്റിലൂടെ പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് ഡയാലിസേറ്റ് എന്ന പ്രത്യേക ദ്രാവകം കടത്തിവിട്ട് 30 മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചെടുക്കുന്നു. ഈ പ്രക്രിയയിലൂടെ മാലിന്യം വേർതിരിക്കപ്പെട്ട് രക്തം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഡയാലിസിസിന് ഒരു മാസം 20,000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ചെലവാകും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് കേടുവരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. വിലമതിക്കാനാവാത്തതാണ് ആന്തരിക അവയവങ്ങൾ. അവരുടെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുക. എല്ലാവരിലേക്കും എൻ്റെ ഈ സന്ദേശം ഷെയർ ചെയ്തേക്കൂ. ബൈ എത്നിക് ഹെൽത്ത് കോട്ട്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code. Forward to good health.